ഇന്ദ്രൻ പതിയെ എഴുന്നേറ്റപ്പോൾ ദ്വാരപാലകൻ തീക്ഷണമായ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കുകയായിരുന്നു. താൻ ഇതിനകം തന്നെ ക്ഷീണിതനാണെന്ന് ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. യുദ്ധം ആരംഭിച്ചിട്ട് പോലുമില്ലാത്തതുപോലെയാണ് ശിവന്റെ ഭാവം. അതുപോലൊരു ശക്തിയുമായി പൊരുത്തപ്പെടുവാൻ തനിക്ക് കഴിയില്ലെന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു. അദ്ദേഹം പതിയെ കാവൽക്കാരനെ സമീപിച്ച് കാൽക്കൽ പ്രണമിച്ചു. ശിവനെ, എന്നോട് ക്ഷമിക്കൂ. നീ എത്ര ശക്തനാണെന്ന് എനിക്ക് തിരിച്ചറിയുവാനായില്ല. താങ്കൾ എൻ്റെ ദുരഭിമാനം നശിപ്പിച്ചു. ദ്വാരപാലകൻ കുറച്ചുനേരം ദേഷ്യത്തോടെ ഇന്ദ്രനെ നോക്കി. പിന്നീട് കണ്ണുകൾ അടച്ചുപിടിച്ച് വളരെ പ്രയാസപ്പെട്ട് കോപം അടക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. കാവൽക്കാരനിൽ നിന്നും അതുല്യമായ എന്തോ ഒന്ന് ആവിർഭവിക്കുന്നത് ഇന്ദ്രൻ കണ്ടു. കടുത്തതും ചുവന്നതും കത്തുന്നതുമായ ഒന്ന് കാവൽക്കാരനിൽ നിന്നും നിർഗമിക്കപ്പെട്ടപ്പോൾ ശിവൻ തന്റെ സ്വതസിദ്ധമായ രൂപത്തിൽ ഇന്ദ്രന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ പരമശിവന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വണങ്ങി. ക്ഷമിക്കണം എൻ്റെ ഭഗവാനെ. പരമശിവൻ ഇന്ദ്രനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ദ്രദേവ, താങ്കൾ എന്നെ വല്ലാതെ അരിശം കൊള്ളിച്ചു. സത്യത്തിൽ എൻ്റെ തൃക്കൺ തുറന്ന് താങ്കളെ ദഹിപ്പിച്ച് ചാരമാക്കുവാൻ ഞാൻ പ്രലോഭിതനായി. ആ വാക്കുകൾ കേട്ട് താൻ എത്രത്തോളം മരണത്തോട് മുഖാമുഖം എത്തിയെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ വിറച്ചു.